എങ്കിൽ കണ്ണടയും മുമ്പ് ഉമ്മയെ ഒരു നോക്ക് കാണാമായിരുന്നു. അതിനാരും സമ്മതിച്ചില്ല. ചന്ദനത്തിരി പോലെ എരിഞ്ഞടങ്ങിയ ഒരു ജീവിതത്തിന്റെ കഥ. ഉമ്മയെ കാണാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ അത് ഇടക്ക് വരാൻ സാധിക്കുമായിരുന്നു. ഒരുപാട് പരിശ്രമിച്ചായിരുന്നു. എംബസിലൊക്കെ പോയി ഒരുപാട് അറിഞ്ഞായിരുന്നു അവരടുത്ത്. ചതിയാണ് ഇതെല്ലാം. അക്രമത്തിന്റെ പൂർവ്വചരിത്രമുള്ളവർക്ക് കൂടി നിഷ്കളങ്കരായ നമ്മെ എറിഞ്ഞുകൊടുക്കുന്നു. ഒരൽപ്പം പണത്തിനു വേണ്ടി മലയാളത്തെ വിറ്റ് കാശാക്കുന്ന ഇടനിലക്കാർ. മനസ്സിലാക്കുന്നത് ഞാൻ വിചാരിച്ച രീതിയിലും നല്ല കാര്യങ്ങൾ ഉപയോഗിക്കുന്നത്, ഞാൻ വിചാരിച്ച ജോലിയല്ല എനിക്കിവിടെ തരപ്പെട്ടിട്ടുള്ളതെന്ന് എനിക്ക് മനസ്സിലായി. അവരുടെ രക്ഷപ്പെടാമെന്ന് വാഹനം സ്വീകരിക്കണം എന്നെ പറഞ്ഞ് ഞാൻ അവരുടെ കാറ് പിടിച്ച് ഞാൻ അന്വേഷിച്ചു. എന്നെ എന്റെ നാട്ടിലേക്ക് പറഞ്ഞു വിടണമെന്ന് പറഞ്ഞു. പക്ഷെ ആ സ്ത്രീക്ക് ഒരു സ്ത്രീയും പുരുഷനും കൂടെ നോക്കും. അവർക്ക് പൈസ അല്ലാതെ മറ്റൊന്നുമില്ല. 6 ലക്ഷം വീട്ടുജോലിക്കാർ ഇന്ത്യയിലുണ്ടെന്നാണ് കണക്ക്. ഇതിൽ എത്ര പേർ വിദേശത്തുണ്ടെന്ന കണക്ക് നമ്മുടെ തൊഴിൽ വകുപ്പിന് ലഭ്യമല്ല. ഈ വീട്ടുജോലിക്കാരിൽ ഹൌസ് ഡ്രൈവർമാർ, ഗാർഡനർമാർ, സെക്യൂരിറ്റിക്കാർ തുടങ്ങിയ മേഖലകളും ഉൾപ്പെടും. നമ്മുടെ മനുഷ്യരിൽ അധികവും ഡ്രൈവർ വിസ എന്ന് തെറ്റിദ്ധരിച്ച് ഹൌസ് ഡ്രൈവർ ജോലിക്കായി പോകുന്നവരാണ്. ഒട്ടുമിക്ക പേരും എത്തിപ്പെടുന്നത് മരുഭൂമിയുടെ ആടുജീവിതങ്ങളായാണ്. ആടുജീവിതങ്ങളായി തീർന്ന മനുഷ്യരുടെ നിരവധി കഥകളാണ് പ്രവാസ ലോകം കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചത്. ബഹറിൻ സിറ്റിയിൽ നിന്നും 50 കിലോമീറ്റർ അകലെയുള്ള ട്രീ ഓഫ് ലൈഫ് എന്ന വിജനമായ സ്ഥലത്ത് മുഹമ്മദ് എന്ന ബഹറിനിയുടെ കുതിര, ആട്, കോഴി എന്നിവയെ വളർത്തുന്ന ഫാമിലാണ് ഗോവിന്ദനെ ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചത്. ഗോവിന്ദനെ പറ്റി പ്രവാസ ലോകത്തിൽ സംപ്രേഷണം ചെയ്ത അന്നു തന്നെ രവി, മോഹനൻ, രാധാകൃഷ്ണൻ, അശോകൻ, ചെറിയാൻ, പത്രോസ് തുടങ്ങി കുറെ പേർ പ്രവാസ ലോകത്തിന്റെ പ്രതിനിധിയെ ഗോവിന്ദൻ താമസിക്കുന്ന സ്ഥലത്തെ പറ്റിയുള്ള വിവരങ്ങൾ കൈമാറുകയുണ്ടായി. കൈരളിയിലെ പ്രവാസ ലോകത്തിൽ ഗോവിന്ദനെ കുറിച്ച് വന്ന കഥ റെക്കോർഡ് ചെയ്ത് അത് കാസറ്റിലാക്കി ഗോവിന്ദനെ കാണിച്ചാണ് ഞങ്ങൾ നാട്ടിലെ വിശേഷങ്ങൾ അദ്ദേഹത്തെ അറിയിച്ചത്. ബഹ്റിനിൽ വെച്ച് മരണപ്പെട്ട ഒരു മലയാളിയുടെ മകനാണ് നിസാർ. ദുരിതം ഏറ്റുവാങ്ങിയ ഒരു പ്രവാസിയുടെ പിന്തുടർച്ചക്കാരൻ. ദുരിതത്തിൽ നിന്നും ദുരിതത്തിലേക്ക് ഇപ്പോൾ നീന്തുന്നു. ഉമ്മയും ഭാര്യയും 4 കുട്ടികളും നാട്ടിൽ അയാളുടെ വരവനായി കാത്തിരിക്കുന്നു. ഇവിടെ വന്ന് പെട്ടെന്ന് വന്നതിനാണ് പെട്ടെന്ന് പോകാൻ പറ്റുന്ന സ്ഥലമായിട്ടാണ് സാറിന്. ആരെ വിളിക്കണം സഹായത്തിന്, ആരെടുത്ത് പോകണം, ഒന്നുപോലും ഒരുപാടില്ലാത്തൊരവസ്ഥ. അവരാണെങ്കിൽ ആശ്രയിക്കാമെങ്കിൽ 100 കിലോമീറ്റർ അപ്പുറമുള്ള അവരെ വിളിച്ചിട്ട് എന്ത് ചെയ്യാൻ? അവർക്കാണൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എങ്ങനെയെങ്കിലും നാട്ടിലെത്തിയാൽ മതി എന്നുള്ള ഒറ്റ സങ്കടമേ ഉള്ളൂ. വീണ്ടും ഒരു ആടുജന്മം കൂടി. ആടുകളായി ജീവിക്കാൻ വിധിക്കപ്പെട്ട നമ്മുടെ സമൂഹത്തിൽ നിന്നും 30 വർഷത്തേക്ക് നിയുക്തനാക്കപ്പെട്ട ഒരാൾ. ഗുരുവായൂർ സ്വദേശി കൃഷ്ണൻ കഴിഞ്ഞ 3 പതിറ്റാണ്ടുകൾ ജീവിച്ചു തീർത്തതിന് അവസാനം ലഭിച്ചത് നാട്ടിൽ അയാളെ ആശ്രയിച്ചു കഴിയുന്ന ഒരു കുടുംബത്തിന്റെ സ്നേഹവും ബഹുമാനവുമാണ്. ഒടുവിൽ അറബിക്കും പൊതുസമൂഹത്തിനും മുമ്പിൽ അയാൾ ബഹിഷ്കൃതനാവുകയാണ്. കാരണം അയാൾക്ക് പഴയതുപോലെ ഓടാനാവില്ല. കാലം തളർത്തിയ ആ കാൽപാദങ്ങൾക്ക് വേച്ചു മാത്രമേ സഞ്ചരിക്കാനാവൂ. ഇവിടുത്തെ നിങ്ങളെ സ്പോൺസറൊക്കെ എന്താ പറയുന്നത്? പോകാൻ പറഞ്ഞോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് നിൽക്കാൻ പറഞ്ഞോ? എപ്പോഴെടുക്കാൻ പറ്റില്ല അല്ലേ? നടക്കാൻ ടെലിവിഷന്റെ കളങ്ങൾക്ക് പുറത്ത് ആക്ടിവിസത്തിന്റെ പ്രവർത്തനത്തിന്റെ പുതിയ മേഖലകൾ കണ്ടെത്താൻ പ്രവാസ ലോകം പരിപാടിക്കായി. ലോകത്ത് പലയിടത്തും നടന്ന വീട്ടുജോലിക്കാർക്ക് വേണ്ടിയുള്ള അവകാശ സമരങ്ങളിൽ പങ്കാളിയാവാൻ പ്രവാസ ലോകത്തിന് സാധിച്ചത് അതുകൊണ്ടാണ്. മനിലയിൽ നടന്ന 2ാം ഗ്ലോബൽ ഫോറത്തിന്റെ സമാന്തരമായി മനുഷ്യാവകാശ സംഘടനകൾ സംഘടിപ്പിച്ച പ്രവാസി സ്ത്രീകളുടെ പ്രതിഷേധ പ്രകടനം ഗ്ലോബൽ കുത്തകകൾക്കും പ്രവാസി വിരുദ്ധ ഗവൺമെന്റുകൾക്കുമുള്ള ശ്രദ്ധേയമായ താക്കീതായി മാറിയിരുന്നു. 9ാം പ്രവാസി ഭാരത ആഘോഷങ്ങൾ ചെന്നൈയിൽ നടക്കുന്ന ഈ വേളയിൽ പ്രവാസ ലോകം ഞങ്ങളുടെ പ്രേക്ഷകർക്ക് മുമ്പിൽ മനിലയിൽ നടന്ന പ്രതിഷേധത്തിന്റെ ചിത്രങ്ങൾ അവതരിപ്പിക്കുകയാണ്. പ്രവാസി സുരക്ഷയെക്കുറിച്ച് വാതോരാതെ പറയുന്ന നമ്മുടെ സർക്കാരുകളാകട്ടെ പ്രവാസികൾ ഒറ്റപ്പെടുത്തി പോകുന്ന കുടുംബത്തിന്റെ സുരക്ഷയെക്കുറിച്ച് ഗൂഢമായ മൗനം പുലർത്തുന്നു.
പ്രവാസികളോടൊപ്പം തന്നെ പ്രവാസി കുടുംബങ്ങളുടെ സുരക്ഷയും പ്രധാനമാണെന്ന് പ്രവാസ ലോകം വിശ്വസിക്കുന്നു. പ്രവാസി സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിനായി ലോകത്തെമ്പാടും നടക്കുന്ന പ്രതിഷേധങ്ങൾക്കും പ്രതിരോധത്തിനുമൊപ്പം പ്രവാസ ലോകവും പങ്കുചേരുന്നു. കഴിഞ്ഞ വർഷം ജൂണിൽ ജനീവയിൽ വെച്ച് നടന്ന ലോക തൊഴിലാളി സംഘടനയുടെ ഇന്റർനാഷണൽ ലേബർ കോൺഫറൻസിൽ വീട്ടുജോലിക്കാർക്ക് വേണ്ടി നിയമപരിരക്ഷ കൊണ്ടുവരുന്ന യോഗത്തിൽ പങ്കാളിയാവാനും പ്രവാസ ലോകത്തിന് ഭാഗ്യമുണ്ടായി. തുടക്കത്തിൽ ഇതിനെതിരെ നിലപാടെടുത്ത ഇന്ത്യയുടെ നടപടികൾ കഴിഞ്ഞ വർഷം യുണൈറ്റഡ് നേഷൻസിൽ നിന്നും റിപ്പോർട്ട് ചെയ്ത ഇന്ത്യയിലെ ഏക മാധ്യമം, അഭിമാനത്തോടുകൂടി പറയട്ടെ, പ്രവാസ ലോകം മാത്രമായിരുന്നു. പ്രവാസ ലോകത്തിന് ഒരു ടെലിവിഷൻ പരിപാടി എന്ന നിലയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരമാണ് ഇന്റർനാഷണൽ ലേബർ കോൺഫറൻസിലെ 99ാമത് സെഷനിൽ പങ്കെടുക്കാൻ സാധിച്ചത്. ജൂൺ ആദ്യവാരം സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ യുണൈറ്റഡ് നേഷൻസ് ആസ്ഥാനത്ത് നടന്ന ഇന്റർനാഷണൽ ലേബർ കോൺഫറൻസിന്റെ അജണ്ട മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ടതായിരുന്നു. അസംഘടിതരും യാതൊരുവിധ തൊഴിൽ പരിരക്ഷയുമില്ലാത്ത ശതകോടികൾ വരുന്ന വീട്ടുജോലിക്കാർക്ക് വേണ്ടി സംരക്ഷണ നിയമം കൊണ്ടുവരിക എന്നതായിരുന്നു കോൺഫറൻസിന്റെ പ്രധാന അജണ്ട. എന്നാൽ വീട്ടുജോലിക്കാരെ സാധാരണ തൊഴിലാളികളായി കണക്കാക്കാനാവില്ലെന്ന വാദവുമായി 11 അംഗരാജ്യങ്ങളുമായി പ്രമേയത്തെ എതിർക്കാനെത്തിയത് ഇന്ത്യയുടെ തൊഴിൽ വകുപ്പിന്റെ പ്രതിനിധികളാണ്. മുതലാളിത്ത വിഭാഗവും ഈ രാജ്യങ്ങളും ചേർന്ന് വീട്ടുജോലിക്കാർക്ക് വേണ്ടിയുള്ള കൺവെൻഷന് എതിരെ നിലയുറപ്പിച്ചപ്പോൾ തൊഴിലാളി വിഭാഗവും ഭൂരിപക്ഷം രാജ്യങ്ങളും ഇന്ത്യ കൊണ്ടുവന്ന പ്രമേയത്തെ എതിർത്തു. And therefore the amendment is rejected and the text of point 2 remains as it is. ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവന്ന പ്രമേയത്തിന് മറ്റൊരു ഗവൺമെന്റും പിന്തുണ നൽകാതെ കണ്ടിരിക്കുകയും മാനേജ്മെന്റ് മാത്രം പിന്തുണ നൽകുകയും അത് ബഹുഭൂരിപക്ഷം വോട്ടോടുകൂടി തള്ളിക്കളയുകയും ചെയ്തു. ഇത്തരം ഒരു സ്ഥിതിവിശേഷം ജനീവയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാതൊരു. ഇത്തരം ഒരു നിലപാടെടുക്കുവാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ തൊഴിൽ വകുപ്പിന് എന്ത് ഉണ്ടായ പ്രേരക ഘടകം എന്താണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ശ്രീ വൈലാ രവിയെ പോലെയുള്ള ക്യാബിനറ്റ് മന്ത്രിമാരുൾപ്പെടെ ഇന്ത്യയിലേക്ക് വിദേശ നാണ്യം നേടിത്തരുന്ന വിദേശത്തെത്തിയിട്ടുള്ള മൈഗ്രന്റ് വർക്കേഴ്സ് രക്ഷിക്കുന്നതിന് വേണ്ടി അതാത് പ്രദേശത്തെ ഗവൺമെന്റുകളുമായി ചർച്ചകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തൊഴിൽ വകുപ്പ് അത് കാണാതെ കണ്ട് ഇത്തരം ഒരു കൺവെൻഷനെതിരായി നിലപാട് സ്വീകരിച്ചത് വളരെ വളരെ ഖേദകരമായി പോയി. അത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു അന്തർദേശീയ മേഖലയിൽ ഇന്ത്യ ഒറ്റപ്പെട്ടിരിക്കുന്നു. 557 എപ്പിസോഡുകൾ പിന്നിടുന്ന പ്രവാസ ലോകം നിരാലംബരും അശരണരുമായ വീട്ടുജോലിക്കാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമായി ഒരു സന്തോഷ വർത്തമാനം പങ്കുവെക്കട്ടെ. ഇക്കഴിഞ്ഞ ജൂൺ 17 ജനീവയിലെ പാലേ ഡി നേഷൻസിൽ വെച്ച് വീട്ടുജോലിക്കാർക്കായുള്ള സമഗ്ര സുരക്ഷാ നിയമം പാസാക്കിയിരിക്കുന്നു. വീട്ടുജോലിക്കാർക്ക് വേണ്ടിയുള്ള അവകാശ സമരങ്ങളിൽ അവിടെ മുഴങ്ങിയ ആഹ്ലാദരവങ്ങളിൽ പ്രവാസ ലോകത്തിനും പങ്കാളിയാവാൻ സാധിച്ചു. Last night, and I'm happy to announce also that we now have a convention on domestic workers. We want to wish you well in your new assignment. Thank you very much. We just came to know you for such a short while, but we really love you. So we wish you all the best. Thank you. Thank you very much. ചില അംഗരാഷ്ട്രങ്ങളും മുതലാളി വിഭാഗവും കിണഞ്ഞു പരിശ്രമിച്ചിട്ടും 75 അംഗ തൊഴിലാളി വിഭാഗത്തോടൊപ്പം വീട്ടുജോലിക്കാർക്ക് വേണ്ടിയുള്ള അവകാശ സമരത്തെ നയിച്ചത് സിംഗപ്പൂർ സ്വദേശിയായ പാർലമെന്റ് അംഗമായ ഒരു മുൻ വീട്ടുജോലിക്കാരിയുടെ മകളായ ഹലീമ യാക്കൂബ് എന്ന വനിതയാണ്. അവരുടെ വാക്കുകളിൽ തന്നെ ഇന്ത്യ ഇനി എടുക്കേണ്ട നിലപാടെന്തെന്ന് അവർ വ്യക്തമാക്കുന്നു. India is one of the biggest countries in Asia. In fact, it's the second largest to China, and therefore, whatever India does will have a very important bearing on the whole of Asia. So, being such a big country with a huge population, therefore, India also has huge responsibilities, and therefore, I hope that India will be one of the first countries in Asia to ratify this convention, because India does have a lot of domestic workers.
ദുരൂഹ സാഹചര്യത്തിൽ അപ്രത്യക്ഷമായവരും വീടുമായി ബന്ധം പുലർത്താത്തവരും ഒറ്റപ്പെടുത്തിപ്പോയ കുടുംബങ്ങളുടെ വേദന പങ്കുവെക്കുകയായിരുന്നു ഞങ്ങൾ. ഈ മനുഷ്യർക്ക് താങ്ങും തണലുമാകാൻ ഒരു നെയ്ത്തിരി കൊളുത്തിവെക്കാനെങ്കിലും കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലം പ്രവാസലോകത്തിന് ആയി എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. തുടർന്നുള്ള ശ്രമങ്ങളിലും പ്രേക്ഷകരായ നിങ്ങളുടെ സഹകരണമുണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ പ്രവാസലോകം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി.